ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിവേക് വർഷയെ കണ്ടുപിടിക്കാൻ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അവയെല്ലാം പരാജയപ്പെടുന്നുണ്ട്. അവസാനം വിവേക് NGK മീഡിയയിലൂടെ തൻ്റെ ശത്രുവായ വിക്രമനെ പണി കൊടുക്കാൻ സാധിക്കുന്നതിൻ്റെ സന്തോഷത്തിന് ഒരു കേക്ക് മേടിച്ചുകൊണ്ട് ചാൻസി വില്ലയിലേക്ക് വരുന്നുണ്ട്. കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിനുപരി വർഷയെ കണ്ടുപിടിക്കുക എന്ന ഉദ്ദേശത്തിലാണ് വിവേക് വരുന്നത്. എന്നാൽ ആ ശ്രമം അത്ര വിജയിച്ചില്ല. വർഷ വിവേകിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി മുഖത്ത് കുറേ ചായം വാരി തേച്ചുകൊണ്ടാണ് വന്നിരുന്നത്. ചാൻസി വില്ലയിൽ താമസിക്കുന്ന 4ാമത്തെ പെൺകുട്ടി വർഷയാണെന്ന് ഉറപ്പുവരുത്താനായിട്ട് വിവേക് വർഷ ജോലിക്ക് പോകുന്ന സമയത്ത് ഒളിച്ചു നിന്ന് കാണുന്നുണ്ട്. അപ്പം വർഷയാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. വിവേകിന് വർഷയെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാകുന്നുണ്ട്. ഇത്രയും നാൾ കാണാമറയത്തിരുന്ന് വർഷയെ അഗാധമായി പ്രണയിക്കുകയായിരുന്ന വിവേകിന് വർഷ തൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഉറപ്പായപ്പോൾ അത് കൂടുതൽ സന്തോഷമാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് NGK മീഡിയ തുടങ്ങുന്ന കാര്യം രാഹുലിനോട് പറയാത്തതിനെ തുടർന്ന് രാഹുലും അഞ്ജുവും കൂടി ചെറിയ പിണക്കത്തിലായിരുന്നു. പിണക്കം പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി രാഹുൽ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ തങ്ങളിലുള്ള നല്ല റൊമാൻറ്റിക് സീനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹരിതയാണെങ്കിൽ തൻ്റെ ഡാഡി വിക്രമനുണ്ടായ ഈ പരാജയം അറിഞ്ഞാൽ നാട്ടിലെത്തിയാൽ ഉണ്ടാകുന്ന അവസ്ഥയെപ്പറ്റി ശർമിളയോടും വിക്രമനോടും രാഹുലിനോടുമായി പറയുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. വർഷ അറിയാതെ വർഷ ജോലിക്ക് പോകുന്ന സ്ഥലത്തൊക്കെ വിവേക് പിന്നാലെ പോകുന്നുണ്ട്. വർഷയോട് എങ്ങനെയെങ്കിലുമൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വർഷയ്ക്കാണെങ്കിൽ വിവേകിനെ കാണുമ്പം സംസാരിക്കാനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. എന്നാൽ വിവേകിന് ഉള്ളിലൊരു പേടിയുണ്ട്. രാഹുലിൻ്റെ കാമുകിയാണോ ഇനി വർഷ? രാഹുലിൻ്റെ കാമുകിയാണെങ്കിലും രാഹുലിനെ ഒഴിവാക്കി എങ്ങനെയെങ്കിലും ഞാൻ ഇവളുടെ മനസ്സിൽ കടന്നുകൂടുമെന്നൊക്കെ വിവേക് ചിന്തിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. വിവേകിന് വർഷയോടുള്ള പ്രണയം തുറന്നു പറയാനായിട്ട് വർഷയുടെ പിന്നാലെ പോകുന്ന വിവേകിനെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.